ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന റോബ്ലോക്സ് എന്ന് പറഞ്ഞ ഗെയിമിലെ സ്ക്വിഡ് ഗെയിം മോഡാണ് ഗൈസ് നമ്മൾ കളിക്കാനായിട്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ അത്യാവശ്യം അറിയായിരിക്കുമല്ലോ, കൊറിയൻ സീരീസ് ആണ് ഗൈസ്. എന്തായാലും നമുക്ക് ഗൈസ് എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ചൂസൺ ക്ലാസ് മേക്കറേസ് ലിസ ഫാൻഗേൾസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം മോഡ് സെലക്ട് ചെയ്യുകയാണ് ഗൈസ്. എന്തായാലും കുറേ ഗെയിം മോഡ് ഉണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഐഡൻ സീക്ക് മിങ്കിളും ഓക്കെ, നമുക്ക് ഐഡൻ സീക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെന്താ മാർബിൾസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്, പിന്നെ സ്ക്വിഡ് ഗെയിം. ഓക്കെ, നമുക്ക് എന്തായാലും കളിക്കാം, നോക്കാം. എന്തായാലും ഗോ ത്രൂ ദ ഡോർ ടു ടേക്ക് ഫോട്ടോ. എന്തായാലും ഇവർ പറഞ്ഞാണെങ്കിൽ നമുക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ഗെയിം മോഡായിരിക്കും. എന്തായാലും അങ്ങോട്ട് ചെല്ലാം ഗൈസ്. ഗൈസ് നമ്മൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു ഗൈസ്, കാരണം എൻ്റെ നെറ്റ് ചെറുതായിട്ടൊന്ന് പോയി. ഇവിടെ ഗെയിം സ്റ്റാർട്ടായി. കുഴപ്പമില്ല, അവന്മാരൊക്കെ അങ്ങ് എത്തി ഗൈസ്. നമ്മളവിടെ നിന്നവന്മാരെല്ലാം അങ്ങ് ഫ്രണ്ടിൽ പോയി, നമ്മൾ മാത്രമേ ഗൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി 1 മിനിറ്റും 12 സെക്കൻഡുകളാണ് ഗൈസ് ഉള്ളത്. എന്തായാലും ഗൈസ് ഇപ്പം ഗ്രീൻ ലൈറ്റ് കാണിക്കുമ്പോഴാണ് നമ്മൾ പോകേണ്ടത്, റെഡ് ലൈറ്റ് കാണിക്കുമ്പോൾ നിർത്തണം. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് തന്നെയാണ് നിന്നത്. എന്തായാലും എനിക്കറിഞ്ഞൂടെ, ദൈവത്തെ നമ്മൾ ചുമ്മാ പഠിക്കുക, അല്ലെങ്കിൽ ഞാനല്ലടേ. ഓക്കെ, ഞാൻ തീർന്നു. ഇല്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റ് തന്നെ നിന്നത്. ഇനി 40 സെക്കൻഡുണ്ട്. ഓക്കെ, ഞാൻ അതിൽ കുറച്ച് മുന്നേ നിന്ന്, കാരണം എനിക്കറിയാം പെട്ടെന്ന് വരെ നിർത്തുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെയാണ്. ഇനി 31 സെക്കൻഡ് ഗൈസ്, കറക്റ്റ് ഇവിടെ എത്തൂല്ല. കാരണം നമ്മൾ അത്യാവശ്യം ബാക്കിലാണ്, നല്ല ബാക്കിലാണ്. ഇനി 20 സെക്കൻഡോടെ എങ്ങനെയാലും ഒന്ന് എത്തിയാൽ മതി. ഒറ്റ പോക്ക് ഇല്ലില്ല. പിന്നെ റെഡ് ലൈറ്റായി. ഓക്കെ, നമ്മൾ എത്തും. ഈ ഒരു ഒറ്റ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. അയ്യോ, ഇല്ല. 10 സെക്കൻഡോടെ ഐസ്. എന്തായാലും എത്തണം. എത്തി, നമ്മൾ ജയിച്ചു. നമ്മളങ്ങനെ ആ റൗണ്ടും ഇതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോവാം. അടുത്തേതാണെന്ന് അറിയുമ്പോൾ അതിലോട്ട് പോവാം. നമ്മൾ അടുത്ത് പറഞ്ഞാൽ നമ്മളെ എത്ര പ്ലേയേഴ്സ് ഉണ്ട്, കണ്ടിന്യൂ എങ്ങനെയാണോ ചോദിച്ചത്. നമ്മളെന്തായാലും കണ്ടിന്യൂ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗെയിം മോഡ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും മണ്ടലോട്ട് പോകണം, അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്തായാലും വീഡിയോ കൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ 2ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, എന്തായാലും മണ്ടലോട്ട് പോകുന്നുണ്ട്. അടുത്ത് എനിക്ക് തോന്നുന്നു മറ്റേ മിങ്കിളല്ല, എനിക്ക് വേറെ ഇല്ല, അത് മറ്റേ നമ്മൾ 4 പേര് വെച്ച് പോകുന്നത്, അല്ല 5 പേര് വെച്ച് പോകുന്നത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ടീമിൽ കയറിയാം. ഇവിടെ 4 പേരുള്ള ടീമിൽ കയറിയാം ഗൈസ്. ഓക്കെ, എന്തായാലും ഈ ടീമിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ തന്നെ ഡാർക്ക് പച്ച എന്ന് പറഞ്ഞ ടീമാണ്. അതുപോലെ ഈ ടീമിൽ നമുക്ക് പോവാം. സീനൊന്നും ഇല്ല, പിന്നെ 1 സെക്കൻഡ് സ്റ്റാർട്ടാവും. ഓക്കെ, സ്റ്റാർട്ട് ദ ഗെയിം ഹാസ് സ്റ്റാർട്ടഡ്. ഗുഡ് ലക്ക് എവരിവൺ. ഓക്കെ, എന്തായാലും നമ്മൾ കളിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിൽ കയറുന്നു. നമുക്ക് മറ്റേ പേപ്പർ കഴിയുന്ന സാധനമാണ്, മറ്റേ നീല പേപ്പർ ക്ലോസ് ചെയ്യണം, അങ്ങനെ. ഓക്കെ, 2 എൻ്റെ ഇതിലോട്ട് കയറിയിട്ടുണ്ട്. എന്താ കാണിക്കാനാണോ, നീ അപ്പുറത്ത് നിൽക്കടാ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനാണ് ഗൈസ്. എന്തായാലും മുന്നോട്ട് നടന്നു പോകണം. ഓക്കെ, നമ്മുടെ കൂടെ കുറെ 2 കാർഡൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. ഫസ്റ്റ് ഞാനാണ്. ഈ നീല വരുമ്പോൾ ത്രോ ആക്കണം ഗൈസ്, കറക്റ്റ് ഫസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് സിമ്പിളായിരുന്നു ഗൈസ്. ഇത്തിരി ടഫ് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നേരത്തെ 2ാമത്തെ അവൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ സാധനമാണ്, ഈ കല്ലറിയുന്നത്. ഇത് ചെയ്യലാണ് വെറും മണ്ടനായി ചെയ്യണത്. സിമ്പിൾ പരിപാടിയത്. ഏറാൻ. ഓക്കെ, അവൻ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തവൻ്റെ അങ്ങ് പോകുമ്പോൾ ചെയ്യാൻ ഞാൻ വിചാരിച്ചവൻ ചെയ്യുമെന്ന്. അവൻ ചെയ്തിട്ടില്ലായിരുന്നു. 3ാമത്തെ പറഞ്ഞാൽ മറ്റേ ഇതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ മറ്റേ കുറെ സാധനങ്ങൾ കൊണ്ട് ലുഡോ അല്ല എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുമായിരുന്നു, ഇങ്ങനെ എന്തോ എടുക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആണോ ചെയ്തോണ്ട് എന്താ ഞാൻ ചെയ്യട്ടെ. എനിക്കാണെന്ന് വന്നിട്ട് ഞാൻ ചെയ്യത്തില്ല, ഉറപ്പായിരുന്നു. കാരണം ഒരു ഗാർഡൻ ചുമ്മായിരുന്നു വീട്ടിൽ നിൽക്കുവാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ടീമേറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടീമിൻ്റെ എല്ലാം ചെയ്യണം, നമ്മൾ ജയിക്കണമെങ്കിൽ. നമ്മൾ ഒരാൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ 2 പേര് ചെയ്തിട്ടുണ്ട്, ഇനി 3 പേര് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്നു.
ഗൈസ് അവൻ ചെയ്തിട്ടുണ്ട്. ഇനി 2 പേരുണ്ട് ബാക്കി. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പമ്പരം കറക്കി തറയോട്ട് ഇടുന്നത്. പിന്നെ എന്ത് വരുന്നു, വേറെ ഒന്നും ഉണ്ടല്ലോ, മറ്റേ ജഗിളിങ്ങും. ഇത് 2 ഉള്ളത്. ഇനി 2 മിനിറ്റ് 20 സെക്കൻഡും ഉണ്ട്. അവൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും അതവൻ കറക്റ്റ് കൊടുക്കണം, പിന്നെ അത് തറയോട്ട് എറിയണം കറക്റ്റായിട്ട്. എന്നാൽ നമ്മൾ ജയിച്ചു ഗൈസ്. ഇനി അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അവൻ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി 2 മിനിറ്റോടെ ഉള്ള ഗൈസ്. ഓക്കെ, നമ്മുടെ ചെറുക്കൻ നമ്മുടെ ലാസ്റ്റ് പ്ലെയർ നമ്മൾ ചെയ്ത് തീരാറായിട്ടുണ്ട് ഗൈസ്. നമ്മളെന്തായാലും അവനോട് ചെയ്ത് തന്നെ നമ്മുടെ എല്ലാം റെഡിയായി. എന്തായാലും അവന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ആ ഒരു റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോകണം ഗൈസ്. അത് എന്തായാലും ഇപ്പോൾ തുടങ്ങും. ഇനി അതിലോട്ട് പോകാം ഗൈസ്. നമുക്ക് ഗൈസ് നമ്മളെന്തായാലും അടുത്ത റൗണ്ട് കളിക്കാൻ വേണ്ടി മണ്ടലോട്ട് പോവാണ്. എന്തായാലും അടുത്ത് എനിക്ക് തോന്നുന്നു ഐഡൻ സീക്ക് തന്നെയാണ് നമ്മൾ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഇതിൽ നമ്മുടെ മറ്റേ എന്തോ ഒളിച്ചിരിക്കുന്ന ആളെ കിട്ടിയതിനെ നല്ലതായിരിക്കും. അല്ല, കൊല്ലുന്ന ആളെ കിട്ടിയതിനെ നല്ലതായിരിക്കും. ഇനി ഒളിച്ചിരിക്കുന്ന ആളെ കിട്ടിയതിനെ ഭയങ്കര സീനാണ് ഗൈസ് കളി. നമ്മളെന്തായാലും നമ്മുടെ സാധനം ചൂസ് ചെയ്യണം ഗൈസ്. ചോമ്പ് കിട്ടിയതിനെ നമ്മൾ കൊല്ലുന്ന ആൾ, നീല കിട്ടിയതിനെ ഒളിക്കുന്ന ആൾ. എന്തായാലും ചോമ്പാണ് എനിക്ക് വേണ്ടത്. യെസ്, നമ്മുടെ ടീം റെഡാണ്. നമുക്ക് റെഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ദ റൂൾ ഓഫ് ദിസ് ഗെയിം ആർ സിമ്പിൾ. എന്തായാലും റൂളിനെ പറ്റി പറയാണ് ഇവർ. ബ്ലൂ ടീം ഫൈൻഡ് ദ എക്സിറ്റ് ഡോർ ഓർ ഹൈഡ് അണ്ടിൽ ദ ടൈം റൺസ് ഔട്ട്. നമ്മുടെ ബ്ലൂ ടീംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചിരിക്കണം. നമ്മുടെ റെഡ് ടീം കൊല്ലും അവരെ. അത്രേ ഉള്ളൂ. ആ ടൈം തീരുന്നതിന് മുന്നേ റെഡ് ടീം കൊല്ലണം. എല്ലാവരും കൊല്ലണമെന്നില്ല, നമ്മളൊരാളെ കൊല്ലേണ്ടി വരും. അങ്ങനെയാണെന്ന് തോന്നുന്നു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും 12 സെക്കൻഡിനുള്ളിൽ ഗെയിം സ്റ്റാർട്ടാകും ഗൈസ്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗെയിം തുടങ്ങും. 7 സെക്കൻഡിനുള്ളൂ. നമ്മളെ റെഡ് ടീം അവരെ വിളിക്കാൻ പോകണം. നമ്മളിനി ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ അവരെ പിടിക്കാനായിട്ട് പോകണം. എന്തായാലും ഇപ്പോൾ തന്നെ തുടങ്ങും ഗൈസ് പിടിക്കാൻ. ഓക്കെ, നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും 2 മിനിറ്റ് 56 സെക്കൻഡുമാണ് ഇനി കറക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ. അതിനുള്ളിൽ നമ്മൾ എങ്ങനെയും കൊല്ലണം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഒന്ന് കൊല്ലുന്ന ഇച്ചിരി പാടാണോ എളുപ്പമാണോ എന്ന് ഞാൻ കളിച്ചിട്ട് ഗെയിം മോഡ്. എന്തായാലും ഗൈസ് ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഓഫ്ലൈനാണ് തോന്നുന്നത് ഗൈസ്. ഇവനെ കൊല്ലാൻ നോക്കുക ഗൈസ്. ഞാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും വരുന്നില്ല. ഓക്കെ, നമ്മളൊരുത്തനെ ഓക്കെ പ്ലെയർ 387. ആരാണ്ട് നമ്മൾ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഒരാളെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഒരു നീലയിലാണ് അടുത്തൂടെ പോയത്. ഓക്കെ, അവനെ വേറൊരുത്തം കൊന്നിട്ടുണ്ട്. എന്തായാലും ഈ 2 മിനിറ്റും 26 സെക്കൻഡ് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ് ആരൊക്കെ നമുക്ക് കൊല്ലാൻ പറ്റുമെന്ന്. അതായത് നമ്മളിത് എളുപ്പമാണ്, നമ്മളാരും കൊല്ലാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സേഫാണ്. നമ്മളെന്തായാലും 8 സെക്കൻഡായി. ഇനി 7 സെക്കൻഡിനുള്ളിൽ ഗെയിം തീരും. നമ്മളെന്തായാലും ഒരാളെ കൊന്ന് 1 2 പേരെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കാവുന്നില്ല ഗൈസ്. നമ്മളെന്താ റൗണ്ട് ഇപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. റൈറ്റ്, യു ആർ സേഫ്. വെയിറ്റ് ഫോർ ദ റൗണ്ട് 20. ഓക്കെ, എന്തായാലും അതിനുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോകാം. ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന് പറഞ്ഞുകൂടാ. എത്ര പേര് എലിമിനേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇനി നോക്കാം. ഇനി അടുത്ത റൗണ്ട് എന്തായാലും കുറച്ച് പേരെ ഇനി കാണത്തുള്ളൂ. കുറേ റൗണ്ട് ആയിട്ടുണ്ട്, അവരൊക്കെ ചത്തും പോയിട്ടുണ്ട്. ഇനി എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്കിവിടെ ഇമോട്ടൊക്കെ ഇടാക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. 9 പ്ലേയേഴ്സ് ആവ് ടോട്ടൽ ക്രാഷ് ഫോർ അനദർ പ്ലേയേഴ്സ്. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന്ന് എവിടെയാണ് നോക്കുന്നത്? കാണുന്നില്ലല്ലോ. ഓക്കെ, ഒരു പ്ലെയർ എൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലെയർ കണ്ടിന്യൂ. 4 പ്ലേയേഴ്സ്. എന്തായാലും ഇനി അടുത്ത ഗെയിമിലോട്ട് നമുക്ക് പോകാം ഗൈസ്. അടുത്ത എന്തുവാണെന്ന് പറഞ്ഞൂടാ. നേരെ പോയി അടുത്ത ഏതാണോ എന്തോ. നമുക്ക് അടുത്ത റൗണ്ട്. ഓക്കെ, ലൈറ്റ്. ഇതിൽ മറ്റേ സാധനം തല്ലിക്കൊല്ലുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇടയ്ക്കാണ് കയറുന്നത്. ആരും നമ്മളെ കൊല്ലത്തില്ല, നമ്മൾ തിരഞ്ഞെടുത്ത് കൊല്ലത്തില്ല. ഇവിടെ ഹൈഡായിട്ടിരിക്കാം ഗൈസ്. ഞാനിവിടെ സെറ്റായി. ഇവിടെ ഇനി ആരും നമ്മളെ പിടിക്കത്തില്ലടേ. ഓക്കെ, ഒരുത്തൻ നമ്മളെ മണ്ടേ കൂടെ ചാടിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. സീനില്ലെന്ന് തോന്നുന്നു. ഒരുത്തനെ ഇവിടെ കാണുന്നില്ല. അവിടെ കുറേ പേര് വെട്ടും കുത്തൊക്കെ നടന്നുണ്ട്. നമ്മളിവിടെ സേഫാണ് ഗൈസ്. നമുക്കിവിടെ ഒന്നും ചെയ്യണം, മിണ്ടാതിരിക്കാം. അല്ല, നമ്മൾ ഇറങ്ങി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മമാരെല്ലാം നമ്മൾ വെട്ടിക്കൂട്ടും. നമ്മൾ അവസാനം ചത്തും പോകും ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ തന്നെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ താഴെ കൂടെ മണ്ടേ കൂടെ അപ്പുറത്തൂടെ ഒക്കെ കുറേ പേര് പോകുന്നുണ്ട്. ആരെയൊക്കെ വെട്ടി കൊല്ലുന്നുണ്ട്. എന്തായാലും ഗൈസ് സീനില്ലെന്ന് തോന്നുന്നു. ഇനി 12 സെക്കൻഡ് കൂടെ ഉള്ളൂ, അതിനുള്ളിൽ ഗെയിം തീരും. ഓക്കെ, എന്തായാലും നമുക്കിവിടെ ഇമോട്ടൊക്കെ ഇട്ടിരിക്കാം. നമുക്ക് ഒരു സീനും ഇല്ല. ഓക്കെ, ഇത് കൊള്ളാം, നല്ലത്. ഓക്കെ, 1 സെക്കൻഡ് നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇവരെപ്പോഴും പറയും യു വിൽ ഷോർട്ട്ലി മൂവ് ടു ദ ലോബി എന്ന് പറഞ്ഞാൽ എന്തുവാ, താൽക്കാലികമായി നമ്മൾ നീങ്ങി. ഒരു പ്ലെയർ ഒറ്റ ആളെ എലിമിനേറ്റ് ആയിട്ടുള്ളൂ ഗൈസ്. ഒരാളെ ആയുള്ളൂ. അപ്പോൾ അത്ര ഇതൊന്നുമല്ല.
ഓക്കെ 330 രൂപ. നമുക്ക് കണ്ടിന്യൂ തന്നെ കൊടുക്കാം. നമ്മളാരും പേടിച്ചെന്തിനാ കണ്ടിന്യൂ അല്ലാതെ വന്നേ. ഓക്കെ, ആരും എൻ്റെ കൊടുത്തിട്ടില്ല, എല്ലാവരും കളിക്കാൻ തീരുമാനിച്ചു. ഇനി അടുത്ത റൗണ്ട് ഏതാണെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് ഗൈസ് നമുക്ക് നേരെ പോവാം. ഓ ഗൈസ്, നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സീസൺ 1 ഒരു ഗെയിം. ഇതാണ് എന്തോ മാർബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ക്യാരം ബോർഡോ അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം ഗൈസ് കളിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. യു ആർ പിങ്ക് പുഷ് ആൾ ദ സയാൻ മാർബിൾസ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞാൽ പിങ്ക് ഇതെങ്ങനെയാണ് കളിക്കുന്നത്? ഓക്കെ അവൻ്റെ ടേണായിരുന്നു. നമ്മുടെ ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കണം. ഓക്കെ, നീലടിച്ച് പുറത്ത് വേണം, അങ്ങനെയല്ലേ പറഞ്ഞേ? ഷൂട്ട്. അയ്യേ ഓക്കെ, ഇങ്ങനെ അടിച്ചാൽ പോരെ ഗൈസ്, നല്ല പവറേ അടിക്കണം. നല്ല വലിച്ചടിച്ചാലേ അത് പോകത്തുള്ളെന്ന് തോന്നുന്നു. എന്തായാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ നല്ല കളിയാന്ന് തോന്നുന്നു. എൻ്റെ ഇപ്പം കുറേ അടിച്ചാലുണ്ട്. എനിക്കിനി എത്ര 8 എനിക്കിനി 8 ഉണ്ട്. ഇനി അവന് 10. ഓക്കെ, അവൻ നമ്മളെ ഓരോന്ന് വെച്ച് അടിച്ച് കളയുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം അടിച്ചു കളഞ്ഞു. ഇനി അവന് കുറേ അടിച്ചു കളഞ്ഞു. നമ്മൾ എത്ര അടിക്കുന്നു അതിൻ്റെ ഇരട്ടി അവൻ അടിക്കുന്നുണ്ട്. ഒരു നമ്മുടെ ഒരെണ്ണം പിന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവൻ. അപ്പോൾ പ്ലെയറാണെന്ന് വയസ്സ് ഇത് പോകുന്നു. എനിക്ക് അറിഞ്ഞൂടാ വയസ്സ് ഇത് കളിക്കാൻ. എന്നെ എൻ്റെ കൺട്രോളൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. അതിലിങ്ങനെ മതിയായിരിക്കും. ഷൂട്ട് ചെയ്ത് നോക്കാം. അയ്യേ, എത്ര പവർ കൊടുക്കണോ അത് ഇനി? അതാണ് ഇവൻ്റെ ടേണാണ്. ഇനി ഫുഡ് പോലീസിൻ്റെ ടേണാണ് ഗൈസ്. ഇനി അവനെന്താ കാണിക്കുന്ന അറിഞ്ഞൂടാ. നമുക്ക് ടൈപ്പ് എങ്ങനെ ചെയ്ത് കൊടുക്കാം ഗൈസ്. തോറ്റ് തരാൻ. ജോ ഓക്കെ, നമ്മൾ ഒരെണ്ണം പിന്നെ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ 6 ഉള്ളൂ. 6 അടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റ്. എനിക്കിനി അവൻ്റെ 8 അടിച്ചു കളയുന്നുണ്ട്. എനിക്കിപ്പോഴാണ് കളി മനസ്സിലായത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഗൈസ്. അയ്യോ, പുറത്തോട്ടടിക്കല്ലേ. ഓക്കെ, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്ലെയറൊക്കെ തന്നെയാണ് ഗൈസ്. ഞാൻ എന്തായാലും തോക്കും. ഇത് ഇത്രയും പവർ മതിയായിരിക്കുമോ? കടിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ പിങ്കി തട്ടുമെന്ന്. ഇല്ല. ഓക്കെ, പിന്നെ അവൻ്റെ ടേണാണ്. എന്തായാലും ഈ കളി എന്തായാലും നോക്കും. ഇനി അവന് 2 കൂടെ അടിച്ചു കളഞ്ഞാൽ മതി. അല്ല, പക്ഷെ ഞാൻ എന്തോ പറഞ്ഞത്, എൻ്റെ 4 കൂടെ അടിച്ചു കളഞ്ഞാൽ അവൻ ജയിച്ചു. എനിക്കിനി അവൻ്റെ എത്ര 7 ഇനി അടിച്ചു കളഞ്ഞാൽ എന്നാൽ മാത്രമേ ഞാൻ ജയിക്കത്തുള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും കളി തോറ്റു. എന്തായാലും ഗൈസ് അവസാനം വരെ നിൽക്കാതെ നോക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എന്തായാലും തോക്കും. അവനിപ്പോൾ ജയിക്കും. 20 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് അന്നേരം കളി നോക്കും. എന്തായാലും ഉറപ്പാണ്. യെസ്, ഞാൻ എത്ര അടിച്ചിട്ട് എനിക്ക് കാര്യമില്ല. അവൻ എന്തായാലും 1 അടിച്ച് 3 കൂടെ അടിച്ചു കളഞ്ഞാൽ ജയിച്ച്. 8 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഇതിൽ 8 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും തോക്കും. അവന് നല്ല ലീഡിങ്. ഓക്കെ, നമ്മൾ തോറ്റുണ്ട്. സെക്കൻഡ് ടൈം. ഓക്കെ, യു ഫെയിൽഡ് ടു കംപ്ലീറ്റ് ദ ചാലഞ്ച്. ഓക്കെ, ആ ഗാർഡ് കണ്ട് നമ്മളെ വീട് വെച്ച് വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.